C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എങ്ങനെയുണ്ട് എന്റെ ഇമാജിനേഷൻ? ഇമാജിനേഷനോ? ആ, ഒരു ഹൊറർ മൂഡ് കൂടി കിട്ടിയില്ല എനിക്ക്. സാറൊന്ന് പോയേ, എനിക്ക് ഓർമ്മയില്ലാത്തോണ്ടല്ലേ. നമ്മുടെ പ്രണയ സാഫല്യ സമയങ്ങൾ ഹൊറർ മൂഡാക്കാതെ തന്നെ ഇങ്ങോട്ടിരുന്ന്. ഇനി ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പറഞ്ഞത്. ഉറക്കത്തിൽ എപ്പോഴോ ഉണർന്ന താൻ ഉറങ്ങിക്കിടക്കുന്ന എന്നെ കണ്ടപ്പോ പാവം തോന്നിക്കാണും. എന്തിന്? അതായത് ഈ ശാന്തി മുഹൂർത്തമാവാതെ എനിക്കൊരു ഉമ്മ പോലും തരാത്തതിൽ വിഷമിച്ച് ആ ഒരു മൂഡിൽ താൻ പോലും അറിയാതെ സ്വപ്നാടനത്തിൽ എന്ന പോലെ എണീറ്റ് നടന്നിവിടെ വന്നിരുന്ന് എനിക്ക് രഹസ്യമായിട്ടൊരു ഉമ്മയും തന്നിട്ട് അറിയാതെ ഉറങ്ങിപ്പോയതാവും. അയ്യടാ, പിന്നെ സ്വപ്നാടനം പോലും നടന്നത് തന്നെ. അതേടോ, ഞാനിപ്പോ പറഞ്ഞതാണ് സത്യം. താൻ വേണമെങ്കിൽ വിശ്വസിച്ചാ മതി. ആ, വിശ്വസിച്ചു പോരെ. അങ്ങനെയെങ്കിൽ ഒരു സംശയം ചോദിച്ചോട്ടെ? എന്തിനാ മോളെ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോ രഹസ്യമായിട്ട് ഉമ്മ തരുന്നത്? ദാ ഇപ്പൊ തന്നൂടെ? ചുറ്റി വളഞ്ഞു വന്നപ്പോഴേ എനിക്ക് തോന്നി ഫിനിഷിംഗ് പോയിന്റ് ഇത് തന്നെ ആയിരിക്കുന്നു. എന്റെ പൊന്ന് സാറേ, ഒരു കോളനിയിൽ ജനിച്ചു വളർന്നതുകൊണ്ടാവും ഇങ്ങനത്തെ നമ്പറൊക്കെ കേട്ടാലേ എനിക്ക് അപ്പൊ തന്നെ മനസ്സിലാവും. അതുകൊണ്ട് എന്റെ പൊന്നുമോൻ എണീറ്റ് ഫ്രഷ് ആവാൻ നോക്ക്. എങ്കിലേ ചൂടോടെ ഒരു ഉമ്മ കിട്ടിയാൽ ഞാൻ അപ്പ ഫ്രഷ് ആവും. ഇവിടെ വന്നു കയറിയപ്പോ മുതല് ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കാ ഇത്. ശാന്തി മുഹൂർത്തം ആവാതെ ആ വാക്ക് ഈ വീട്ടില് കേട്ടുപോരുത്. ഓ, അപ്പോഴേക്കും പിണങ്ങിയോ? എന്നോട് ചൂടോട് ചോദിച്ചത് കിട്ടിയില്ലെങ്കിലും താഴെ പോയി സുകന്യോട് ചൂടോടൊരു ചായ ചോദിച്ചാ അത് കിട്ടും. വേഗം എണീറ്റ് താഴേക്ക് ചെല്ല്, അപ്പോഴേക്കും ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോവാം. കമാ. അയ്യോ ചേട്ടായി, അത് തന്നെയാ ഞാൻ അമ്മയോട് പറഞ്ഞോണ്ടിരുന്നത്. ഇത് കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ. ഐ എം ഓക്കെ, പെർഫെക്റ്റ്ലി ഓക്കെ. എനിക്കൊരു കുഴപ്പമില്ല, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. പിന്നെ ചേട്ടായി, ഈ കാര്യം രേഖയോട് പറയല്ലേ. എന്റെ ഈ ജോഗിങ്ങിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും, അതുകൊണ്ടാ. സർ, സർ, രാവിലെ മുതൽ ഈ വീടിന്റെ പരിസരത്ത് ഒരു കാർ കിടക്കുന്നുണ്ടായിരുന്നോ? കണ്ടിട്ട് വേറെ സംശയമൊന്നും തോന്നാത്തതുകൊണ്ട് ഞങ്ങളത് കാര്യമാക്കിയില്ല. പക്ഷെ രഘു സാർ ജോഗിങ്ങിന് പോയപ്പോ ആ കാർ സാറിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. ഒരു ചാര നിറത്തിലുള്ള ഇന്നോവ കാറായിരുന്നു അത്. ആ ചേട്ടായി, അതേ നിറത്തിലുള്ള വണ്ടി തന്നെയാ എന്റെ നേരം വന്നത്. നീ ആ വണ്ടിയുടെ നമ്പർ ശ്രദ്ധിച്ചോ? ഇല്ല ചേട്ടായി, പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോ എനിക്ക് നമ്പർ നോട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അപ്പൊ ഞാൻ അത്ര കാര്യമാക്കിയതുമില്ല. രഘു, നീ പോയി ഫ്രഷ് ആയിക്കോ. ടി എടുക്കാൻ മറക്കണ്ട. ശരി ചേട്ടായി. നമ്മുടെ വീടിന്റെ പരിസരത്ത് നിങ്ങൾ കണ്ടുവെന്ന് പറയുന്ന ആ കാറിന്റെ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്തിരുന്നു? യെസ് സർ. ഡൽഹി രജിസ്ട്രേഷൻ ആയിരുന്നു. നമുക്ക് പുറത്തേക്ക് സംസാരിക്കാം. വാ. ഓക്കെ സർ. രവി, നിങ്ങൾ പുറത്തേക്ക് പൊയ്ക്കോളൂ. എന്താ അമ്മേ, വിഷമിക്കേണ്ട. നമ്മൾ ഭയക്കുന്ന പോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അമ്മ സമാധാനമായിട്ടിരിക്കും. എന്നെ സമാധാനിപ്പിക്കാനായിട്ട് നീ ഓരോന്ന് പറയണ്ട രവി. ഇപ്പൊ ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. ഇതുവരെ നടക്കാത്ത സംഭവങ്ങൾ നമ്മുടെ ഈ വീട്ടിൽ നടക്കുന്നതിന്റെ പിന്നിൽ ആരാണെന്നും എനിക്കറിയാം. അമ്മ എന്തൊക്കെയാ പറയുന്നത്? ആരുടെ പിന്നിൽ നിന്നാ? അങ്ങനൊന്നുമില്ല. ഉണ്ട് രവി.
അനിയനോ ഭാര്യയോ ആണെങ്കിൽ നിന്റെ ഭാര്യ ശ്രീലക്ഷ്മി തന്നെയാണെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല രവി. ഞാനും എന്റെ ആളുകളും എപ്പോഴും കൂടെ ഉണ്ടാവും. പക്ഷേ അവൻ ഏത് രീതിയിലാണ് അറ്റാക്ക് ചെയ്യുന്നതെന്ന് പ്രിഡിക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാ ഞാൻ വീട് മാറുന്നതിനെ കുറിച്ച് പറയുന്നത്. ഇപ്പോഴത്തെ നിന്റെ ഒരു തീരുമാനം വളരെ നല്ലതാണ്. നിന്നെ വിശ്വസിച്ചതുകൊണ്ട് മാത്രം വേറൊരാളുടെയും ജീവൻ പോകാൻ ഇടയാവരുത് രവി. ഇന്നത്തെ നിന്റെ തീരുമാനം നാളെ നിനക്ക് മുന്നോട്ട് കുതിക്കാനുള്ള ബലമായി മാറുകയുള്ളൂ. ഇനി നീ എന്ത് തീരുമാനിച്ചാലും രാജാറാം എന്ന സെക്യൂരിറ്റി ഓഫീസർ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. എനിക്കെന്റെ ബോസിന്റെ ജീവനാണ് വലുത്. അതിലൊരു കോംപ്രമൈസ് ചെയ്യാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ബെറ്റർ യു മേക്ക് എ ഗുഡ് ഡിസിഷൻ, ബട്ട് ഇറ്റ് ഷുഡ് ബി റൈറ്റ്. രാജാറാം, ടേക്ക് യുവർ ഓൺ ടൈം. രഘു സാറ് പറഞ്ഞ പോലെ രേഖ മാഡത്തിന് ഫീവറോ മറ്റു കുഴപ്പങ്ങളോ ഒന്നുമില്ല. അപ്പൊ പിന്നെ ഇങ്ങനെ സംഭവിക്കാൻ മാത്രം എന്തു പറ്റി ഡോക്ടർ? 2 ദിവസം മുൻപ് രാത്രി രേഖ മാഡം എന്തോ കണ്ട് പേടിച്ചു എന്നല്ലേ പറഞ്ഞത്? ആ, അതിനെ കുറിച്ചുള്ള ചിന്തകൾ കാരണമുള്ള ചെറിയ സ്ട്രെസ്, അത്രേ ഉള്ളൂ. നത്തിങ് മച്ച് ടു വറി ഓൺ ദിസ്. പക്ഷെ ഡോക്ടർ, രാവിലെ രേഖ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്തോ കണ്ട് പേടിച്ചതുപോലെയായിരുന്നു ഭാവമൊക്കെ. ആരെയും അടുത്തേക്ക് അടുപ്പിച്ചില്ല, ഈ എന്നെ പോലും. ശ്രീലക്ഷ്മി ഇങ്ങനൊരു ഡൗട്ട് പറഞ്ഞത്. രേഖ മാഡം എന്തു പറ്റി? കണ്ടില്ല ഡോക്ടർ, ഞാൻ പറഞ്ഞില്ലേ രേഖയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടറോട് തുറന്നു പറ രേഖ. ഇപ്പൊ ഞാൻ നടന്നതൊക്കെ തുറന്നു പറഞ്ഞാലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. എല്ലാം പറഞ്ഞിട്ട് ആ ശ്രീലക്ഷ്മിയുടെ മുന്നിൽ പോയി നിൽക്കാനും എനിക്ക് പേടിയാ. വേണ്ട, ഇപ്പൊ ഒന്നും പറയണ്ട. ഒരവസരം ഉണ്ടാവുമ്പോ എല്ലാവരുടെ മുമ്പ് വെച്ച് തന്നെ ഞാൻ നടന്നതെല്ലാം തുറന്നു പറയും. രേഖ, എന്താ രേഖ ഇത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറോട് തുറന്നു പറയും. രഘു സാർ, ഇറ്റ്സ് ഓക്കെ. അങ്ങനെ പറയാനും മാത്രം രേഖ മാഡത്തിന് ഒരു കുഴപ്പമില്ല അല്ലേ മാഡം? ആ ഷോക്കിൽ നിന്നുണ്ടായ പ്രശ്നമാണിത്. നന്നായി ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോ എല്ലാം ശരിയാവും. ദാ 3 ദിവസത്തേക്കുള്ള ടാബ്ലറ്റ്സ് ഉണ്ട്. പുറത്തുനിന്ന് വാങ്ങണം. വീണ്ടും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായ എന്നെ വിളിച്ചാൽ മതി. ശരി ഡോക്ടർ, താങ്ക് യു. ശരി രേഖ വാ. ഈ മരുന്നുണ്ടോ?
രേഖ മാഡം, പാല്. എനിക്ക് വേണ്ട. രേഖയ്ക്ക് ഇതെന്തു പറ്റി? അതമ്മേ വേറൊന്നുമല്ല, രേഖയുടെ ഫോൺ എന്തോ കംപ്ലൈൻ്റ് ആയി. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി അത് റിപ്പയർ ചെയ്ത് വാങ്ങണമെന്നും പറഞ്ഞിരുന്നു. എനിക്ക് സമയം കിട്ടിയില്ല. പിന്നെ ഞാനാണെങ്കിൽ ഈ തിരക്കിനിടയിൽ മറന്നും പോയി. അതെന്താണെന്ന് വെച്ചാൽ വേഗം ശരിയാക്കി കൊടുക്ക്, അല്ലെങ്കിൽ പുതിയ ഒരെണ്ണം വാങ്ങിക്കൊടുക്ക്. ഇല്ലെങ്കിൽ അത് മതി ഇവിടെ കോലാഹലം ഉണ്ടാകാൻ. പുതിയത് വേണ്ട, അത് തന്നെ വേണമെന്നുള്ള വാശിയില്ല രേഖ. അതിലെന്തോ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ വീട്ടിൽ കാലെടുത്ത് വെച്ചപ്പോ തന്നെ ഉണ്ടായ അനുഭവം അത്ര നല്ലതല്ലോ. അവളുടെ രൂപവും ഭാവവും കണ്ടപ്പോ തന്നെ എന്തോ ഒരു ഭയം. ശ്രീലക്ഷ്മി ഈ കുടുംബത്തിലേക്ക് വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചല്ലോ ഒരാളാണ് ഞാൻ. അവളെ ഈ വീട്ടിൽ നിന്ന് ഇപ്പൊ പറഞ്ഞുവിടാൻ ആഗ്രഹിക്കുന്നതും ഈ ഞാൻ തന്നെയാ. ഓഫീസിലെ വലിയ മാഡം, ഈ വീട്ടിലെ മൂത്ത മരുമകൾ, അങ്ങനെ വീട്ടിലെ വലിയ സ്ഥാനമാനങ്ങളൊക്കെ നീ അടക്കി ഭരിച്ചോ. ആ ഫോൺ ഒന്ന് റിപ്പയർ ചെയ്ത് കിട്ടേണ്ട സമയം, ആ സമയദൈർഘ്യം മാത്രം നിന്റെ ഈ വീട്ടിലെ ആയുസ്. നിന്റെ ഉള്ളിലിരിപ്പും നിന്റെ പുറമെയുള്ള സ്വഭാവം തമ്മിൽ യാതൊരു ബന്ധമില്ലെന്ന് ഇവിടെ എല്ലാവരും അറിയുന്നതോടെ നിനക്ക് പതിച്ചു തന്നിരിക്കുന്ന സ്ഥാനമാനങ്ങളും ആടയാഭരണങ്ങളും ഇറക്കി വെക്കേണ്ടി വരും. ഇറക്കി വയ്പ്പിക്കും ഞാൻ. പിന്നെ ബാക്കിയുള്ളത് ഈ രേഖയുടെ സിംഹാസനാരോഹണമാണ്. വർമ്മൻ കുടുംബത്തിലെ മഹാറാണിയായി രേഖയുടെ പട്ടാഭിഷേകം. അത് കാണാനുള്ള യോഗം പോലും നിനക്കുണ്ടാവില്ല ശ്രീലക്ഷ്മി. നോക്കൂ, രാജനന്ദിനി വിലാസം പോലെ അല്ല ഇപ്പോഴത്തെ വീട്. അവിടെ സേഫ്റ്റിക്ക് ഒരു കുറവും ഉണ്ടാവരുത്. ഞാനിത് പറയാൻ കാരണം, രഘു സാറ് ജോഗിങ്ങിന് പോകുന്ന സമയം വരെ ഒരു വണ്ടി ഗേറ്റിന് പുറത്ത് കാത്തു നിൽക്കുന്നത് നിങ്ങൾ കണ്ടതാണ്. എന്നിട്ടും ആ വണ്ടി ഏതാണെന്നോ എന്തിനാണ് അവിടെ പാർക്ക് ചെയ്തെന്നോ നിങ്ങൾ അന്വേഷിച്ചില്ല. രഘു സാറിനെ ആ വണ്ടി ഫോളോ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു. ഒടുവിൽ ആരുടെയോ ഭാഗ്യത്തിന് രഘു സാറിന്റെ ജീവൻ തിരിച്ചു കിട്ടിയതിന് ശേഷമാണ് നിങ്ങൾ ഇൻഫർമേഷൻ ഞങ്ങൾക്ക് പാസ് ചെയ്തത്. ദാറ്റ്സ് യുവർ മിസ്റ്റേക്ക്. സാറ് പറഞ്ഞ പ്രകാരമല്ലേ ഞാൻ പോയി അമ്മയോട് സംസാരിച്ചത്. അപ്പൊ അമ്മ പറഞ്ഞത് GD എന്ന പക്കാ ക്രിമിനലിന് വേണ്ടി പേടിച്ചോടാൻ ഒരു കാരണവശാലും തയ്യാറല്ല എന്നാണ്. പിന്നെ ആർക്കാണ് ഇത്ര ഭയം? ഭയത്തിന്റെ കാര്യമല്ല സാന്ദ്ര മേഡം. ഞാൻ രവി സാറിന്റെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയപ്പോ അവർക്ക് തോന്നിക്കാണും ഈ സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞത് നല്ലൊരു തീരുമാനമായിരിക്കുമെന്ന്. അത്രേ ഉള്ളൂ. അതങ്ങനെ അല്ല രാജാറാം സാർ. ഒരിക്കലും ഒരു ഒളിച്ചോട്ടം രവി സാറും ഗായത്രി അമ്മയും നടത്തില്ല. അതിന് പിന്നിൽ വേറെന്തോ നമ്മൾ അറിയാത്തൊരു രഹസ്യം ഉണ്ടാവണം. സെക്യൂരിറ്റി ഹെഡായ സാറിനും അത് അറിയില്ലെന്ന് പറഞ്ഞാ എന്ത് രഹസ്യം? അമ്മ പറഞ്ഞത് തന്നെയാണ് ശരി. GD അയാൾ എങ്ങനെ എന്ത് എപ്പ ചെയ്യുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കറക്റ്റ് ആണ് സാർ പറഞ്ഞത്. പക്ഷേ ഇപ്പൊ പറഞ്ഞതില് ചെറിയൊരു തിരുത്തുണ്ട്. എങ്ങനെ എന്ത് എപ്പോ ചെയ്യുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത് GDയുടെ കാര്യത്തിലല്ല രാജാറാം സാർ, ശ്രീലക്ഷ്മിയുടെ കാര്യത്തിലാണ്.
ശ്രീലക്ഷ്മിയോ? വാട്ട് യു മീൻ? ഐ മീൻ ഇറ്റ് സർ. ആ വീട്ടിൽ ഓരോ ദിവസം കഴിയുന്തോറും അപകടകാരിയാവുന്നത് അപ്രത്യക്ഷത്തിലുള്ള GD അല്ല, പ്രത്യക്ഷത്തിലുള്ള ശ്രീലക്ഷ്മിയാണ്. രാജനന്ദിനി വിലാസത്തിലെ ആ ഒരു മുറി, ആ ഒരു റൂം ശ്രീലക്ഷ്മിയായിട്ട് കൂട്ടി വായിക്കുമ്പോ there is something wrong. അതൊക്കെ സാന്ദ്ര മേഡത്തിന് തോന്നുന്നതാ. ഒരിക്കലും ശ്രീലക്ഷ്മി മേഡത്തിന്റെ പ്രോബ്ലം കൊണ്ടല്ല ഈ വീട് മാറിയത്. ഞാൻ അങ്ങനെ തറപ്പിച്ച് പറയാൻ കാരണം പുതിയ വീട്ടിലും അതേ റൂം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ശ്രീലക്ഷ്മി മേഡത്തിന് ആ റൂമുമായി പ്രശ്നമുണ്ടെങ്കിൽ രവി സാർ ഒരിക്കലും അത് ചെയ്യില്ല. രവി സാർ ഓൾറെഡി രാജനന്ദിനി മേഡത്തിന്റെ ഫോട്ടോയും സ്വർണ്ണാഭരണങ്ങളും ആ മുറിയിലേക്ക് മാറ്റിക്കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് രാജനന്ദിനി വിലാസത്തിലെ ആ സീക്രട്ട് റൂമിന്റേതായ ഒരു പ്രശ്നവും വർമ്മൻ വില്ലയിൽ ഉണ്ടാവില്ല എന്നതാണ്. മാത്രമല്ല ശ്രീലക്ഷ്മി മാഡത്തിന് പഴയതുപോലുള്ള ഒരു പ്രശ്നവും ഇപ്പൊ ഇല്ലല്ലോ. ഇപ്പൊ ഇല്ലായിരിക്കാം, പക്ഷെ രാജാറാം സർ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങളെങ്കിൽ ഈ മാറ്റങ്ങൾ മറ്റു പല സംഭവങ്ങൾക്കും തുടക്കമാവും. ഒന്നുകിൽ മുന്നിലെ ശക്തി GDയെ പ്രതിരോധിക്കാൻ എല്ലാവരും ആ വീട്ടിലേക്ക് പോയി, അല്ലെങ്കിൽ പിന്നിലെ അജ്ഞാത ശക്തി അവരെ ആ വീട്ടിലേക്ക് എത്തിച്ചു. ഞാനീ പറഞ്ഞതിൽ ആദ്യത്തേതാണെങ്കിൽ നോ പ്രോബ്ലം, ബട്ട് ഇഫ് ഇറ്റ്സ് ദ സെക്കൻഡ് വൺ, ബി മോർ കെയർഫുൾ. കണ്ടതിലോ കേട്ടതിലോ അനുഭവിച്ചതിലോ കൂടുതൽ എന്തോ വരാനിരിക്കുന്നത് പോലെ എന്റെ മനസ്സ് പറയുന്നു രാജാറാം സർ. ഇത് ഞാൻ എപ്പോഴാ എഴുതിയത്? എത്ര ആലോചിച്ചിട്ട് ഓർമ്മ കിട്ടുന്നില്ലല്ലോ. ശരിക്കും ഞാനിത് എന്തിനാ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്? ഈ ഡയറിയിൽ ഞാൻ എഴുതുന്ന ഓരോ വാക്കും അക്ഷരം പ്രതി സത്യമാണ്. ഇതെന്റെ ഭൂതകാലത്തിനും ഭാവി ജീവിതത്തിനും ഇടയിലുണ്ടായ ഞാൻ അറിഞ്ഞ സത്യങ്ങളാണ്. ഇത് ഞാൻ എന്നോട് തന്നെ പറയുന്ന നഗ്ന സത്യം. എന്റെ പഴയ ജീവിതത്തിനും നടന്നുകൊണ്ടിരിക്കുന്ന ജീവിതത്തിനും ഇടയിലുണ്ടായ പരിഹരിക്കാനാവാത്ത ചില പ്രശ്നങ്ങൾ. ഇന്നത്തെ അഷ്ടമി ദിവസം ഞാൻ മനസ്സിലാക്കുന്ന ഈ സത്യങ്ങളാണ് ഇനി അങ്ങോട്ട് എന്റെ സുരക്ഷയും ഭാവിയും. ഓരോ മനുഷ്യജന്മത്തിനും ഒരു കാരണവും ലക്ഷ്യവുമുണ്ട്. ആ കാരണത്തിന് പിന്നിൽ ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കർമ്മങ്ങളുണ്ട്. എല്ലാ മനുഷ്യർക്കും ലക്ഷ്യത്തിലേക്കെത്താൻ കടമകളും ഉത്തരവാദിത്തങ്ങളും ഉണ്ടാകും. ഇപ്പോൾ നീ അറിയേണ്ടതും അതാണ്. ശരിക്കും നീ ആരാണ്? നിന്റെ ജന്മകാരണം എന്താണ്? നിനക്കും രവിക്കുമിടയിലുള്ളത് പ്രണയമാണോ, അതോ അത് മുൻ ജന്മത്തിലെ ആരംഭിച്ച ബന്ധം? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.